ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം അളവിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് കട്ട് ചെയ്ത് വരണം. ക്യാരറ്റ് ഞാൻ അതേപോലെ അതിൻ്റെ പുറം തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ പീസാക്കുക. എന്നതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. പിന്നെ നമ്മളിതൊരു ഭംഗിക്കും കൂടിയിട്ടാണ് ഈ വലിപ്പത്തിൽ ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തു. ഇനി അതൊന്ന് കഴുകി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ നികര വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. ഒരല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇപ്പോൾ ക്യാരറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച ഉടനെ തന്നെ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെക്കാം. എന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മളതൊന്ന് ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളമെല്ലാം വാർത്തെടുക്കണം. ഇതേപോലെ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു 5 മിനിറ്റ് മാത്രം ഒന്ന് തിളച്ചിട്ടുള്ളൂ. അപ്പോൾ അധികം വെന്തിട്ടൊന്നുമില്ല. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള ഓംപ്ലേറ്റിന് കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്യുക. 2 പച്ചമുളക്, ഒരു 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. എണ്ണ ചൂടാകുന്ന സമയത്ത് 1/4 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നതിന് ശേഷം പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ അത്രയ്ക്കൊന്നും പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആ ക്യാരറ്റ് പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സവാളയിലൊക്കെ നമ്മളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം അതിലേക്ക് അല്പം കൂടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല, ഇവയെല്ലാം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 സ്പൂൺ അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ശരിക്കും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതാ നോക്കാം, ക്യാരറ്റൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്നുകൂടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ അതിലേക്ക് ആ ചില്ലി ഫ്ലേക്സ് നമ്മളൊരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നമ്മളതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വെളിച്ചെണ്ണയിൽ ആ സവോളയും ഉഴുന്ന് പരിപ്പും കടുകും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു രുചിയാണ്. കൂടെ നമ്മൾ ചില്ലി ഫ്ലേക്സും. ഇപ്പോൾ അല്പം കൂടി ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളതൊന്ന് 2 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കണം. അപ്പോഴാണ് അതിൻ്റെ മസാല എല്ലാം അതിലേക്ക് ചേർന്ന് പിടിക്കുകയുള്ളൂ, ആ ചില്ലി ഫ്ലേക്സൊക്കെ. ഇപ്പോൾ 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൽ ഉഴുന്ന് പരിപ്പും സവോളയും ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു രുചിയാണ് കഴിക്കാൻ. ഇപ്പോൾ കൂടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നതിന് ശേഷം നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ മസാലയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പാകത്തിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ സൂപ്പറായില്ലേ? അപ്പോൾ ഇതേപോലെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അത് മാത്രം മതി പുരട്ടി കഴിക്കാൻ പറ്റും. കൂടെ ഇപ്പോൾ തൈരുണ്ടെങ്കിൽ ഉഷാറായി. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.